നമസ്കാരം, ബെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ അടിച്ചു തകർത്തതായി പരാതി. പൂഴിങ്കുന്ന് ഗരുഡങ്കാവ് റോഡിൽ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. തിരൂർ പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് ഏതാനും ദിവസം മുമ്പ് ലഹരിക്കെതിരെ കൂട്ടായ്മ രൂപീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂട്ടായ്മയിലെ ഒരു പ്രധാന അംഗമാണ് ജാഫർ. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, തിരൂർ ആലത്തിയൂർ പൂഴിങ്കുന്ന് ഗരുഡൻകാവ് ക്ഷേത്രം റോഡിന് സമീപത്തെ കാരാട്ടുപറമ്പിൽ ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി കാറാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതിയുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ഓടെയാണ് സംഭവം. രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ജാഫർ തിരൂർ പോലീസിൽ പരാതി നൽകി. സ്ഥലത്ത് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ലഹരിക്കെതിരെ നടന്ന ബോധവൽക്കരണ പരിപാടിയിലെ പ്രധാന അംഗമായിരുന്നു താനെന്നും ജാഫർ പറഞ്ഞു. സംഭവം കല്ല് കാറിന് നമ്മുടെ നാട്ടുപ്രദേശത്ത് ഒരു 1-2 മാസമായിട്ട് ഇതിൽ കുറച്ച് വൈരാഗ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ചെയ്തതാണോ അതോ പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും അക്രമം ചെയ്തതാണെന്ന് അറിയില്ല. എന്താണ് കാരണം? വൈരാഗ്യങ്ങളോട് ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ കോഴിപ്പീരുമായി ബന്ധപ്പെട്ടിട്ടേ അവിടെ ഒരു അഡ്മിറ്റ് ചെയ്തൊക്കെ നടന്നിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു ലഹരിൻ്റെ പോസ്റ്ററൊക്കെ റോഡ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വിഷയമാവാനാണ് ചാൻസ് ഇല്ല. അത് വേറെ നാട്ടിൽ ആരെയും കൊണ്ട് ഒന്നും നടന്നില്ല. ഈ വർഷങ്ങൾ മാത്രമേ. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും ലഹരി ഉപയോഗത്തിനെതിരെ പ്രദേശത്ത് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഏതാനും ദിവസം മുമ്പ് ബോധവൽക്കരണ പരിപാടികൾ നടന്നതായും നാട്ടുകാർ പറഞ്ഞു. കുറച്ചു കാലമായി കുറേ കുട്ടികൾ ചെറുപ്പക്കാരാണ്. അവർ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കുകയും ആ കമ്മിറ്റി കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെ കാറാണ് ഇന്ന് ഒരു പറ്റം ആരാണെന്നറിയില്ല കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആരാ നമുക്കറിയില്ല. എന്തായാലും നിയമ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അത് ഓരോരുത്തരുടെയും മാത്രം പ്രശ്നമില്ല, അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. വാഹനം തകർത്തവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ.